ചരിത്രത്തിൽ യാതൊരു തെളിവും ഇല്ല. അത് പച്ചക്കള്ളമാകുന്നു. പിന്നെ അത് വിശ്വസിക്കാനും പറ്റൂല. കാരണം അപ്പൊ അങ്ങനെ വളരുകയാണെങ്കിൽ, ഇവര് പറഞ്ഞ മാതിരി വളരുകയാണെങ്കിൽ 1 മീറ്ററും അല്ല 1.87 ചിലപ്പോൾ 2.7 ഈ രീതിയിലൊക്കെ വളരുന്നു എന്നാ. അങ്ങനെയൊക്കെ വളരുകയാണെങ്കിൽ ഇത് ആധികാരികമായി സൂക്ഷിച്ച സ്ഥലത്തൊക്കെ അതിന്റെ വലിപ്പം എത്രയായിരിക്കും? ആധികാരികമായി സൂക്ഷിച്ച ഒരു സ്ഥലത്തും ആ വെച്ചതിനേക്കാളും ഇത് ഒരിക്കലും മാറുന്നതായിട്ടില്ല. ഉദാഹരണം, തുർക്കിയിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആ ഖലീഫമാരുടെ കൈവശം ഉണ്ടായിരുന്ന ആ മുടി, അന്ന് അതിന്റെ വലിപ്പം എത്രയായിരുന്നു? അത്ര മാത്രമേ ഇന്നും വലിപ്പമുള്ളൂ. അതുപോലെ തന്നെ വലിയൊരു ആദ്യമായി ഒരിടത്തും ഈ മുടി വലിപ്പം കൂടിയതായോ അല്ലെങ്കിൽ അത് പിളർന്നതായോ യാതൊരു തെളിവുമില്ല. അതൊക്കെ കളവാണ്. സോറി മൈക്കെടുത്തതിന്. പിന്നെ അപ്പൊ നമ്മുടെ സുഹൃത്ത് മറുവിഭാഗത്തോട് ചോദിച്ച ചോദ്യമാണത്. അത് തീർച്ചയായും പ്രസക്തമായി അവര് മറുപടി പറയേണ്ട ഒരു വിഷയമാണത്. ഇന്നുവരെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ മുടി വളർന്നതായിട്ട്. പിന്നെ എവിടെന്നാണ് നിങ്ങളുടെ അടുത്തുള്ള മാത്രം മുടി വളരുന്നതിന്റെ പൊരുള് ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറയാൻ ധൈര്യമുള്ള ആളുകളെ, നിങ്ങളുടെ അടുത്തുള്ള മുടി വളർന്നതിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നിട്ട് പറയാവുന്നതാണ്. ഈ മുടി വളർച്ച എന്നുള്ളത് ഇവർക്ക് മാത്രം, അയാൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത മൈക്ക് തരാം, യൂണിവേഴ്സിറ്റിയിലേക്ക് മൈക്ക് തരാം. ജസ്റ്റ് പറഞ്ഞതാ, 1 മീറ്ററിലധികം സുഡാനിൽ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിച്ച മുടികളില് 1 മീറ്ററിലധികം 1.9 അത്രയാണ് അതിന്റെ നീളം പറഞ്ഞിരുന്നത്. അതിന് പല വിശദീകരണങ്ങളും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം പിന്നെ മറ്റൊരു കാര്യവും, അവിടുത്തെ പത്രങ്ങളും അവിടുത്തെ പല ബ്ലോഗുകളും മറ്റൊക്കെ അത് സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള കുറെ നെറ്റിലൊക്കെ ലഭ്യമാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. കാരണം ഇയാള് പിന്നെ അന്താരാഷ്ട്ര മുടിക്കച്ചവടമായിട്ടാണ് ഒരാൾ നടക്കുന്നത്, മറ്റേയാള് പിന്നെ ദേശീയ തലത്തിലുള്ള മുടിക്കച്ചവടമായിട്ടാണ്. ഏതെല്ലാം ആവട്ടെ, ഈ വ്യാജ മുടിക്കച്ചവടങ്ങളുടെയൊക്കെ വളരെ വ്യക്തമായ യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജമുടിയും ഈ വ്യാജ സന്നദ്ധം എല്ലാം വ്യാജമാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ മുടി വളർച്ചയുടെ വിഷയങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ട മുടിക്ക് നെല്ലുണ്ടോ അല്ലെങ്കിൽ നേലുണ്ടോ എന്നുള്ള വിഷയം, മുടിക്ക് നേലുണ്ടോ എന്നുള്ള വിഷയം. അപ്പൊ അതൊക്കെ അവർ തന്നെ അതിലെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസക്കാരാണ്. ഒരാള് പിന്നെ 10 കൊടുത്തു മുടിക്ക് നേലുണ്ടെന്ന് പറയുന്ന യുക്തിവാദമാണെന്ന്. പല വിഷയങ്ങളും ഞാൻ ഇതിൽ നിന്ന് കിടക്കുന്നില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചാണ് സുഹൃത്ത് ആ വിഷയം സൂചിപ്പിച്ചത് മാത്രം. അപ്പോൾ ഇതൊക്കെ വ്യാജമാണെന്നുള്ളത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ തെളിവുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ടുഡേ യെസ്റ്റർഡേ മൈക്കിലേക്ക് വരിക. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഇസ്ലാമർ കേൾക്കുന്നില്ലേ? ഓക്കെ. ഇതില് പിന്നെ ഞാൻ എന്ത് പറയുന്നത്, പിന്നെ ഈ വിഷയമായിട്ട് ആദ്യമായിട്ട് സംസാരിച്ചത് അബ്ദുൽ നസീർ അസ്ഹരി എന്ന് പറയുന്ന പിന്നെ വിഘടിത റൂമിലുള്ള വലിയൊരു മുഫ്തിയായിരുന്നു. അയാളാണ് ഈ 1.7 മുതൽ 2.8 വരെ വളരുന്നു എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞത്. അയാളിപ്പോ കാണുന്നേ ഇല്ല. ആ പാവത്തിന്റെ അഡ്രസ്സേ ഇല്ല, എവിടെയും കാണുന്നില്ല. അയാളായത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഉസ്താദ് ഒന്ന് പറയാനുള്ളത്, പിന്നെ ഈ റഷീദ് കല്ലേരിയാണ് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ മർക്കസിലുള്ള മുടീനെ പറ്റിയിട്ടാണ് സംശയമെങ്കിൽ എന്തിനാ അവൻ ചോദിക്കുന്നത്? നമുക്ക് അങ്ങോട്ടല്ല ചോദിക്കേണ്ടത്. കാരണം എന്നെ അവസാനം വരെ ചോദിക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞാല് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാർ വളരെ ശ്രദ്ധിച്ചിട്ട് അവനെ കൈകാര്യം ചെയ്യണം. അവൻ മഹാ തരികിടയാണ്. ഒരു PM റൂമിലേക്ക് വിളിച്ചിട്ട്, പ്രൈവറ്റ് റൂമിലേക്ക് വിളിച്ചിട്ട് പിന്നെ ഒരു ചോദ്യം, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ചോദ്യം എന്നുള്ള നിലക്കാൻ ഉസ്താദ്മാർ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ സ്ഥിരം അടവ് അവന് പുറത്തെടുക്കും. അത് ഉസ്താദ്മാർ ശരിക്കും മനസ്സിലാക്കിയിട്ട് അവന് കൈകാര്യം ചെയ്യണം എന്ന് ഉസ്താദ്മാരുടെ ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ യാ ഹബീബി. ഏതായാലും റഷീദ് കല്ലേരി എന്നുള്ള സുഹൃത്തും എന്റെ ഒരു സുഹൃത്താണ്, എന്റെ ഒരു ഇപ്പോഴത്തെ സുഹൃത്താണ്, ഒരു സുഹൃത്താണ്. ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവും. അത് ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളത് സമസ്തയുടെ കർത്തവ്യമാണ്. അത് ഞങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എത്രയും ചോദിച്ചോട്ടെ, പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏതായാലും അടുത്ത ആൾക്ക് അബൂറാജി മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടാവുമല്ലേ? ഞാൻ നാട്ടിൽ നിന്നാണ്. സമയം ഒരുപാടായി. എപ്പോഴും റൂമിൽ കയറണമെന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കാറില്ല. ഇവിടെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൗണ്ട് കുറവുണ്ടോ? ഓക്കെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
ഹമീദ് ഫൈസി അടക്കമുള്ള ഉസ്താദുമാരുമായി വളരെയധികം ബന്ധപ്പെടാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ റഷീദ് കല്ലേരി എന്ന സുഹൃത്ത് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ വായിച്ച സനദിനെ കുറിച്ചാണോ? എങ്കിൽ അത് സനദല്ല, സനദെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നാടകമായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇപ്പൊ പറഞ്ഞു വരുന്നു, ബോംബെയിൽ പോയി നൗഷാദ് അഹ്സന് നിയലുണ്ടോ എന്ന് പരിശോധിച്ചു. അതിന് നിയലില്ല എന്ന് അഹ്സനിക്കും അതുപോലെ കൂടെ പോയവർക്കും ബോധ്യപ്പെട്ടു എന്ന്. എങ്കിൽ ചോദിക്കട്ടെ, ഈ വിവാദം അവസാനിപ്പിക്കാൻ ഹമീദ് ഫൈസി അടക്കമുള്ള ഉസ്താദുമാർ തയ്യാറാണ്. മർക്കസിൽ നിന്ന് നിങ്ങളുടെ സനദും വേണ്ട, ഒന്നും വേണ്ട, മർക്കസിൽ നിന്ന് നിങ്ങളെ അടുത്തുള്ള ഒരു മുടിയും ഇവിടെ ഹമീദ് ഫൈസി കൊണ്ടുവന്നിട്ടുള്ള 7 മുടികളിൽ നിന്ന് ഒരു മുടിയും കോഴിക്കോട് പരസ്യമായി പത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും മുമ്പിൽ വെച്ച് സനദ് നിയലുണ്ടോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നൗഷാദ് അഹ്സന് തയ്യാറുണ്ടോ? അതിന് ഈ കല്ലേരിയെ പോലുള്ള സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിഹാരമുണ്ടാക്കി ഒരു മാർഗം കാണിക്കാൻ തയ്യാറാവുമോ എന്നതാണ് എന്റെ ചോദ്യം. അതിന് ഉസ്താദുമാർ റെഡിയാണ്. ഞാൻ അവരുമായി ബന്ധപ്പെട്ടു, അവർ ഒരുക്കമാണ്. പിന്നെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് റൂമിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രയോജനമില്ല. യഥാർത്ഥത്തിൽ പരിഹാരമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതാണ് അതിനുള്ള വഴി. മറ്റൊരു സംശയം, 2005 ഈ മുടി ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ എന്തുകൊണ്ട് വിവാദമായില്ല? വിവാദമായത് ഈ മുടി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് മാത്രവും അതുപോലെ തന്നെ വലിയ പബ്ലിസിറ്റിയിലൂടെ വ്യാജമായ ഒരു സനദ് വായിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടുമാണ്. അതല്ലാതെ ആലുവ തരീക്കത്തിന്റെ യൂസഫിന്റെ കയ്യിലും 5 മുടികളുണ്ട്. അത് ഇതുവരെ വിവാദമാക്കിയിട്ടില്ലല്ലോ. കാരണം അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ പ്രശ്നമാണ്. അതുപോലെ അതുതന്നെയാണ് വിവാദമാകാനുള്ള കാരണവും. ഈ വിഷയത്തിൽ ഇനി ആർക്കെങ്കിലും എന്ത് സംശയമുണ്ടെങ്കിലും ഈ റൂമിൽ ചോദിക്കാവുന്നതും അതിന് മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദുമാരും ഞങ്ങളെപ്പോലുള്ളവരും ഉണ്ട്, അതിന് തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ജസാക്കല്ലാഹ് ഖൈർ യാ അബൂറാജി, മാഷാ അല്ലാഹ്. ഏതായാലും പുതിയ കുറച്ച് വിവരങ്ങളും അറിയാൻ പറ്റി. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. നമ്മൾ പണ്ടേ പറയുന്നത് അതാണ്. ഇവർ പറയുന്നു, വിശ്വാസയോഗ്യമായ ഒരാൾ കൊണ്ടുവന്ന ഒരു സാധനം അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നതിന് എന്താണെന്ന് നിങ്ങൾക്കല്ലേ വിശ്വാസം? നിങ്ങൾ മർക്കത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മാത്രം ബർക്കത്തെടുത്തോളൂ. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പറ്റിക്കാൻ സമസ്ത ഇല്ലടത്തോളം കാലം നടക്കൂല, അനുവദിക്കുകയും ചെയ്യില്ല. ഏതായാലും മൈക്ക് ഇൻഷാ അല്ലാഹ് സുന്നിസത്തിന് മൈക്ക് വേണമെന്ന് പറഞ്ഞു. സുന്നിസം മൈക്ക് എടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റു സുഹൃത്തുക്കൾ പെട്ടെന്ന് മൈക്ക് എടുക്കുക, നമ്മുടെ സമയം വരാനിരിക്കുന്നു. റഷീദ് കല്ലേരി നിങ്ങൾ പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദ്യവും ഉപചോദ്യവും ആയിക്കോട്ടല്ലേ സുന്നിസം? റഷീദ് കല്ലേരി കുവൈറ്റിലാണ്. അപ്പോ നാട്ടിൽ നിന്നാണ് ഇപ്പൊ അബു റിജു എന്നുള്ള ID സുഹൃത്ത് എടുത്തത്. അപ്പൊ നാട്ടിൽ ഇനിയും ഒരുപാട് നാട്ടിൽ നിന്നുള്ള ആളുകൾ ഉണ്ട്. അവരൊക്കെ എത്ര വൈകിട്ടാണ് ഈ ക്യൂ നിൽക്കുന്നത്. അപ്പോ കുറച്ചൊരു ക്ഷമ റഷീദ് കല്ലേരി സാഹിബ് കാണിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സുന്നിസത്തിന് മൈക്ക് കൊടുക്കുന്നു. അപ്പോ അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട നമ്മളെ അബൂറാജി എന്നുള്ള ഐഡിയിലുള്ള ആള് പറഞ്ഞ വിവരം വെച്ച് ചിലപ്പോ ഇവരുടെ സനദുകളൊക്കെ ഇവിടെ സിൽസിലകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോ
കാന്തപുരത്തിന്റെയും ആലുവയുടെയും ഒക്കെ ഷെയ്ഖ് ഒന്നാകാൻ വരെ ചാൻസ് ഉണ്ട് എന്നുള്ളടത്തൊക്കെ അപ്പൊ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇവരുടെ ഇങ്ങനെ കൈമാറുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നിപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലുവ തരീക്കത്തിന്റെ ഷെയ്ഖിന്റെ കയ്യിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഈ ബോംബെ തരീക്കത്തിന്റെ ഷെയ്ഖിന്റെ കയ്യിലുണ്ട്. അതിപ്പോ ബോംബെ തരീക്കത്തിന്റെ ആളെ ഷെയ്ഖിന്റെ മുരീദാണല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം. അപ്പോ ഇവർ തെറ്റിന്റെ രൂപ കൈമായി മറ്റേ പഴയ തരീക്കിന്റെ അത് ഖിലാഫത്ത് നൽകലും അതിനൊക്കെ ബദലായിട്ട് ചിലപ്പോ ഇവരിങ്ങനെ മുടിയായിരിക്കും കൊടുക്കുക. കാരണം ഇവരുടെ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ മിഞ്ഞാന്ന് വെച്ചിരുന്നല്ലോ അവരോടുള്ള മറ്റേ ചർച്ചയിൽ, അവരുടെ നസറുദ്ദീൻ അൻവരിയുമായിട്ടുള്ള ചർച്ചയിൽ ഞാൻ വെച്ചല്ലോ, അതിലവർ പറഞ്ഞു ഇത് ഞങ്ങള് തെരീക്കത്തിന്റെ ഷെയ്ഖാണ് എന്നല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തിന്റെ ഷെയ്ഖാന്ന് ചോദിക്കണ്ടേ? ഇത് തെരീക്കത്തിന്റെ ഷെയ്ഖല്ല, മൂപ്പർക്ക് ഒരു മുടി കൊടുത്ത ഷെയ്ഖാണ്. അപ്പൊ ഇത് മുടിയുടെ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു സംവിധാനം പുതിയതായിട്ടാണ് നമ്മളൊക്കെ കേൾവി നമ്മുടെയൊക്കെ ജീവിതകാലം ഇന്ന് വരെ കേട്ടില്ല മുടിക്കൊരു ഷെയ്ഖ് ഉണ്ട്. ഏതായാലും ഈ മുടി ഷെയ്ഖന്മാരെ കൊണ്ട് നമ്മളെ കേരള മലയാളികൾ പ്രത്യേകിച്ച് അപ്പൊ ഇതൊക്കെ ചിലപ്പോ ഇവരുടെയൊക്കെ ഈ ഷെയ്ഖൊക്കെ ഇവരൊക്കെ സിൽസില മുട്ടുന്നത് ഒന്നിൽ തന്നെ ആവാം. അതിനാണ് കൂടുതൽ ചാൻസുകൾ. ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകളിൽ നമ്മുടെ ആളുകൾ ആ കാര്യം കൂടി ഒന്ന് അവരുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ മുന്നിൽ സംസാരിച്ച എന്റെ സുഹൃത്ത് പറഞ്ഞ ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. കാരണം പൊതു ഉദാഹരണത്തിന് ഇപ്പൊ മർക്കസിൽ തന്നെ വെക്കണമെന്നില്ല, പുറത്ത് ഹലോ മർക്കസിൽ തന്നെ പോയിട്ട് തെളിവെടുക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പുറത്ത് നമുക്ക് കോഴിക്കോട് ടൗണിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മൊത്തത്തിൽ ജനങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാ വിഭാഗക്കാരെയും എന്നിട്ട് അതിൻ്റെതായ തെളിവ് അതിന്റെ സംശയ നിവാരണം ചെയ്താൽ ആ പ്രശ്നം പരിഹരിക്കുമല്ലോ. അപ്പോ ഒരു പ്രശ്നം പരിഹരിക്കലല്ല ഏറ്റവും നല്ലത്. അതുകൊണ്ട് എന്റെ സുഹൃത്ത് നേരത്തെ ചോദിച്ച കല്ലേരി നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ അതിനൊരു മറുപടി പറയണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫിത്നകൾ ഈ വകയിൽ വരുന്നുണ്ട്. കാരണം അപ്പുറത്തെ റൂമിലും ഇപ്പുറത്തെ റൂമിലൊക്കെ പോയി ഓരോരോ പ്രസംഗങ്ങളും പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ വിയുപ്പലക്കൽ കേൾക്കുമ്പോൾ വളരെയധികം മനസ്സ് വേദനിക്കുന്നുണ്ട്. കാരണം ഒരു സമുദായത്തിന്റെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഒരു സാധാരണക്കായ എന്നെ പോലത്തെയുള്ള ആൾക്കാർ ഈ പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വിയുപ്പലക്കൽ വളരെയധികം വിഷമത്തിലാണ്. കാരണം വളരെ നീചമായ ഒരു പല പദപ്രയോഗങ്ങൾ വരെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പുറത്തെ റൂമില് ഒരു 6 മാസം മുമ്പ് ഞാന് ഒരു AP കാരണോ അല്ലെങ്കിൽ IK കാരണമായിട്ടല്ല, ഞാൻ മൊത്തത്തിൽ സുന്നികളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കേൾവിക്കാരൻ ഉസ്താദ് ഒരാള് അപ്പുറത്തെ റൂമിലുണ്ട്. അദ്ദേഹത്തോട് മൈക്കെടുത്ത് ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദെ ഇങ്ങനെ ഒരു മുടിയുടെ പ്രശ്നം നേരിട്ട് ഞാൻ ഒരു ജാഹിൽ ഒരു വിവരമില്ലാതെ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു ആരുമല്ല, ശരിക്കും ഒരു സുന്നി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അയാൾ എന്നോട് ചോദിച്ചു, മോനെ എനിക്ക് ഖുർആന് എനിക്ക് എന്താ സനദുണ്ടോ? ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. എന്താണ് ഇയാൾ ചോദിക്കുന്നത്? കാരണം എന്നെ പോലത്തെ ഒരു ഇൽമൊന്നുമില്ലാത്ത ഒരു മനുഷ്യന് ഒരാളോട് ഇങ്ങനെയാണോ ഇയാൾ ചോദിക്കേണ്ടത്? ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. അപ്പോ ഇതൊക്കെ എന്തോ